ഹായ് ഹലോ. ഇന്ന് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള വിളവെടുക്കാനായ പച്ചക്കറികളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. പിന്നെ കോളിഫ്ലവർ, ക്യാബേജ് രണ്ടും ഓരോന്ന് വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കണില്ല, മുമ്പ് കയ്യോളം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ തക്കാളി ഇതൊക്കെ വിളവെടുക്കാനായതാണ്. ഇപ്പം പഴുത്ത് എന്താ കാണാൻ ഭംഗിയറിയോ, പിന്നെ സൂപ്പറായി നിൽക്കണേ. പച്ചത്തക്കാളി കുറേ ഉണ്ട് കേട്ടോ, ഇനി വിളവെടുക്കാനാവണുള്ളൂ. ഒരുപാട് പച്ചത്തക്കാളി കഴിച്ചിട്ടുണ്ട്. പഴുത്തത് നിന്ന് നമുക്ക് വിളവെടുക്കണം. പിന്നെ ഇതാ വഴുതന, കുറേ വഴുതനയുണ്ട് നമുക്ക് പറിക്കാൻ. ഇപ്പോൾ വഴുതന വലിയ വലിപ്പമല്ല, ചെറിയ വഴുതനയാണ്. നല്ല ടേസ്റ്റി വഴുതനയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണിത്. ഞങ്ങളധികം എടുത്ത് പൊരിക്കലാണ് ഈ വഴുതന. പിന്നെ കുറച്ച് പയറും ഉണ്ട് നമുക്ക് ഇന്ന് വിളവെടുക്കാൻ. പയറൊക്കെ വിളവെടുക്കണം, ഇല്ലെങ്കിൽ എന്താ അറിയോ, രാവിലെ നീറ്റ് വരുമ്പോഴത്തേനാണ് തത്തമ്മയാണ് എന്താണെന്നറിയില്ല ഒക്കെ തൊലിച്ചിട്ടിട്ടുണ്ടാവും. ഒരുപാട് മൂത്ത പയറൊക്കെ തൊലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അതന്നെ ഒരുപാട് തൊലിച്ച് തിന്നിട്ടുണ്ടാവും. പിന്നെ അതാ കയ്പ കുറേ ഉണ്ട്, ഒക്കെ കുപ്പിയിലാക്കി വെച്ചേക്കാണ്. ഇല്ലെങ്കിൽ ഒക്കെ പ്രാണികൾ, ഈച്ചകൾ കുത്തിയിട്ടൊക്കെ കേടെത്തും. ഒരു 8-10 കയ്പൊക്കെ, അത് ബീച്ചിലാണ്, അതും വിളവെടുക്കണം. ഇതെൻ്റെ അമരയാണ് കേട്ടോ, ഒക്കെ വള്ളി കയറണുള്ളൂ, വള്ളിമ്മ കയറി പോകണുള്ളൂ ഒക്കെ. പുതിന, ചീരച്ചേമ്പൊക്കെ വിളവെടുക്കാനായിരിക്കും. പക്ഷെ അത് നോമ്പിന് നമ്മൾ കഴിക്കൂലല്ലോ അധികം വെച്ചിട്ടാണ്. എൻ്റെ പായലാണ്. അപ്പം നമുക്ക് ഇന്നുള്ള തക്കാളി വിളവെടുക്കുക. ഇനിയിപ്പോൾ ഈ തക്കാളി വെച്ചാൽ അതും പക്ഷികൾ കൊത്തി തിന്നുള്ളൂ. അപ്പോൾ പയറൊക്കെ കറുത്ത് പിന്നെ പറിച്ചതുകൊണ്ട് ഈ തക്കാളി മക്കേക്കാരും അവർക്കൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് വരെ നമ്മൾ പച്ചക്കറി ഒന്ന് കഴിക്കും. തക്കാളി നല്ല ചെറു തക്കാളിയാണ് കേട്ടോ, വലിയ വലുപ്പമല്ല ഈ തക്കാളി. എന്നാലും നമ്മൾ കറിയിലൊക്കെ ഇട്ടാൽ നല്ലോണം വേവുന്നുണ്ട്. നല്ല തരസുള്ള തക്കാളിയാണ്, വലുപ്പമല്ല. ഇത് ഈ 2 മരമുള്ളൂ ഇങ്ങനെ. ഇനി അപ്പുറത്തുള്ളതൊക്കെ വലിയ തക്കാളിയാണ്, അതൊക്കെ വലിയ വലുപ്പമുണ്ട്. നമ്മൾ ഈ കൂട്ടാനിലൊക്കെ ഇടുമ്പോൾ കേട് വരുന്ന തക്കാളിയൊക്കെ നല്ല ചെടിൻ്റെ ചുവട്ടിലും കൊണ്ടിടും, അത് മുളച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന തക്കാളികളാണ്. ഇനി കുറച്ച് പയറിതാ, ആ പയറും കൂടി നമ്മൾ പറിക്കുകയാണ്. ഈ ഭാഗത്ത് പയറൊക്കെ കളയാനായിട്ടുണ്ട്, നമുക്ക് മുഞ്ഞൊക്കെ വന്നതായിട്ടുണ്ട്. ഇതിപ്പോൾ കായ്ക്കൽ തുടങ്ങിയിട്ടുള്ളൂ ഈ പയറൊക്കെ. നമ്മൾ പയർ വറുത്തു, തക്കാളിയും പറിച്ചു. ഒന്നും ഇത്രയും കിട്ടിയത്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.